മലയോര എക്സ്പ്രസ് പ്രധാന വാർത്തകൾ പവേഡ് ബൈ ജീവനം ആയുർവേദ് ഹോസ്പിറ്റൽ ഇരിട്ടി കീഴൂർ, സ്നേഹ സ്റ്റോഴ്സ് വാണിയപ്പറ, ലാസ അസോസിയേറ്റ്സ് അങ്ങാടിക്കടവ്. ജില്ലാ രൂപീകരണത്തെക്കുറിച്ച് പഠിക്കാൻ ഡീലിമിറ്റേഷൻ കമ്മീഷനെ സർക്കാർ നിയോഗിക്കുമെന്ന് മൂവാറ്റുപുഴയിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. കേരളത്തിൽ മലപ്പുറം, എറണാകുളം, തിരുവനന്തപുരം ജില്ലകൾ വിഭജിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടെയാണ് ഈ പ്രഖ്യാപനം. മെസ്സിയെ കേരളത്തിലെത്തിക്കാമെന്നതിന്റെ പേരിൽ നടന്ന തട്ടിപ്പിൽ സ്പോൺസർ 206 കോടിയിലേറെ രൂപ സമാഹരിച്ചെന്ന് GST വകുപ്പ് കണ്ടെത്തി. കൈമാറിയ പണം സ്പോൺസറുടേതല്ല. പുറത്തെ 2 സ്ഥാപനങ്ങളിൽ നിന്ന് പണം സ്പോൺസറുടെ അക്കൌണ്ടിലേക്ക് എത്തിയത് വായ്പയായിട്ടാണെന്ന് രേഖകളില്ല. അവ്യക്തമായ പണം കൈമാറ്റത്തിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്നും GST വകുപ്പ് ആവശ്യപ്പെട്ടു. ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യൻ സേന തകർത്ത ജെയ്ഷെ മുഹമ്മദ് ഭീകര പ്രസ്ഥാനത്തിന്റെ പാകിസ്ഥാനിലെ ബഹാവൽപൂരിലെ ആസ്ഥാനം പുനർനിർമ്മിച്ചു. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ മർക്കസ് സുബാൻ അല്ല പുനർനിർമ്മിക്കാൻ പാകിസ്ഥാൻ സർക്കാർ 25 കോടി രൂപ നൽകിയെന്നാണ് റിപ്പോർട്ട്. NDA അധികാരത്തിലുള്ള 22 സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടത്താൻ ആലോചന. ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് പദ്ധതി നടപ്പാക്കാനുള്ള ബില്ലുകൾ പരിഗണിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുടെ റിപ്പോർട്ട് ഇനിയും വൈകും. ഇതിനിടെയാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ നീക്കം. നാളെ ഉത്രാടം. ഉത്രാടമെത്തും മുമ്പേ ജനങ്ങൾ ഓണാഘോഷത്തിനുള്ള ഉത്രാടപ്പാച്ചിൽ ആരംഭിച്ചു. ഇന്നലെ സംസ്ഥാനത്തെ മിക്ക നഗരങ്ങളിലും വാഹന ബാഹുല്യം മൂലം ഗതാഗതക്കുരുക്കുണ്ടായി. മാളുകളിലും ടെക്സ്റ്റൈൽസ് ഷോറൂമുകളിലും ഗൃഹോപകരണശാലകളിലും റെസ്റ്റോറന്റുകളിലുമെല്ലാം തിരക്കായിരുന്നു. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും തിരക്കനുഭവപ്പെട്ടു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികൾ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ ധരിച്ച നീലവസ്ത്രങ്ങൾക്ക് സമാനമായവ അണിഞ്ഞ് ഓണാഘോഷം നടത്തിയതിൽ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ചയെന്ന് അന്വേഷണ റിപ്പോർട്ട്. പോലീസുകാർ പ്രതികൾക്ക് ഒത്താശ ചെയ്തോ എന്ന് കണ്ടെത്താൻ വിശദ അന്വേഷണം വേണമെന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പ്രതികൾ ഓണം ആഘോഷിച്ചത് LDF സർക്കാരിന്റെ കാലത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥന്റെ ഒത്താശയോടെയാണെന്ന് മന്ത്രി K മുരളീധരൻ. അയാളാണ് പ്രതികൾക്ക് വസ്ത്രങ്ങൾ വാങ്ങി നൽകിയത്. ഭരണം മാറിയതറിയാത്ത ചില പോലീസുകാരുണ്ട്. അന്വേഷണവും നടപടിയും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം. കേരളത്തിൽ നാളെ വരെ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. പ്രളയ രക്ഷാപ്രവർത്തനത്തിനെത്തിയ ധാർ ജീപ്പിന് ചുമത്തിയ പിഴ പോരെന്ന് ഹൈക്കോടതി. ഒന്നിലേറെ മോഡിഫിക്കേഷൻ നിയമലംഘനങ്ങൾ ഉണ്ടെങ്കിൽ ഓരോന്നിനും 5000 രൂപ പിഴ ഈടാക്കണം. ജീപ്പിന് 6 അധിക ലൈറ്റുകൾ ഉണ്ടായിരുന്നു. ലൈറ്റുകൾക്ക് 5000 രൂപയും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിന് 2000 രൂപയും അടക്കം 7000 രൂപയാണ് പിഴ ചുമത്തിയത്. ഓരോ ലൈറ്റിനും 5000 രൂപ വീതം ചുമത്തേണ്ടതാണെന്നാണ് ഹൈക്കോടതിയുടെ നിലപാട്. പിഴ ചുമത്തിയ ഉദ്യോഗസ്ഥരെ സർക്കാർ സ്ഥലം മാറ്റിയിരുന്നു. പട്ടികജാതി വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താൻ പട്ടികജാതി വികസന വകുപ്പ് നടപ്പാക്കുന്ന പഠനമുറി പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ സർക്കാർ ഉദാരമാക്കി. പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കാനുള്ള വീടിന്റെ വിസ്തീർണ പരിധി 800 ചതുരശ്ര അടിയിൽ നിന്ന് 1000 ചതുരശ്ര അടിയായി ഉയർത്തി സർക്കാർ ഉത്തരവിറക്കി. സംസ്ഥാനത്തെ പ്രവാസി ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷൻ വിതരണത്തിനായി ധനവകുപ്പ് 32 കോടി രൂപ അനുവദിച്ചു. ഓണത്തിന് പ്രവാസികളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് പെൻഷൻ തുകയെത്തും. സപ്ലൈകോ വിൽപ്പനശാലകളിലെ ഓണം വിൽപ്പന 304 കോടി രൂപ കടന്നു. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് മികച്ച ജനപങ്കാളിത്തവും റെക്കോർഡ് വിറ്റുവരവുമാണ് ഇത്തവണത്തെ വിവിധ ജില്ലകളിലെ സപ്ലൈകോ ഓണം ഫെയറുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഉള്ളത്. സബ്സിഡി ഇനത്തിൽ 109.31 കോടിയുടെയും നോൺ സബ്സിഡി ഇനത്തിൽ 195.34 കോടിയുടെയും വിൽപ്പനയാണ് നടന്നത്. താമരശ്ശേരി ചുരത്തിൽ ശനിയാഴ്ച രാത്രി മുതൽ ഗതാഗതക്കുരുക്ക്. ചുരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. വയനാട്ടിലേക്കും തിരികെയുമുള്ള വാഹനങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചതുമൂലമാണ് ഗതാഗതക്കുരുക്ക്. BJP വിട്ട നടൻ ദേവൻ TVKയിലേക്ക്. വിജയുമായി സെപ്റ്റംബർ 10 കൂടിക്കാഴ്ച നടത്തുമെന്ന് ദേവൻ അറിയിച്ചു. TVKയുടെ കേരള അധ്യക്ഷനാകണമെന്ന് നേതാക്കൾ അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്ന് ദേവൻ പറഞ്ഞു. BJPക്ക് പണമുണ്ടാക്കണമെന്ന മോഹം മാത്രമേയുള്ളൂവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അസ്ഥിബന്ധങ്ങളിലെ വേദനയും സന്ധികളിലെ തേയ്മാനവും കാരണം വിഷമിക്കുകയാണോ?
നിങ്ങളുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾക്കുള്ള പൂർണ്ണ പരിഹാരവുമായി ജീവനം ആയുർവേദിക് ക്ലിനിക്. പരമ്പരാഗത ആയുർവേദ രീതിയും ആധുനിക അറിവുകളും സമന്വയിപ്പിച്ചുള്ള ശാസ്ത്രീയമായ ബോൺ സെറ്റിംഗ്, അസ്ഥികളുടെ ഘടന വീണ്ടെടുക്കുന്നതിനുള്ള ബോൺ അലൈൻമെന്റ് എന്നിവയാണ് ഞങ്ങളുടെ പ്രത്യേകത. വേദനകളില്ലാതെ, പാർശ്വഫലങ്ങളില്ലാതെ പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കാം. ജീവനം ആയുർവേദിക് ക്ലിനിക്, ആശ്വാസത്തിലേക്കുള്ള ശരിയായ പാത. ജീവനം, കീഴൂർ, ഇരിട്ടി. അടിയന്തരാവസ്ഥയെ വെല്ലുന്ന പീഡനമാണ് നടക്കുന്നതെന്നും ഇ.ഡി. ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെയും മരുമകൻ മുഹമ്മദ് റിയാസിനെയുമാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ. BJPയുടെ രാഷ്ട്രീയ ഉപകരണമായി ഇ.ഡി. മാറിയെന്നും 95% കേസുകളും പ്രതിപക്ഷത്തിനെതിരെയാണെന്നും അദ്ദേഹം ആരോപിച്ചു. പിണറായി വിജയൻ എന്തിനെയോ ഭയക്കുന്നുണ്ടെന്ന് മാത്യു കുഴൽനാടൻ MLA. ആരോപണങ്ങൾ വഴിതിരിച്ചുവിടാൻ പിണറായി ശ്രമിക്കുന്നു. നടപടിയെടുക്കുന്ന ഇ.ഡിക്കോ മോദിക്കോ എതിരെ പിണറായി പറയില്ല. വാർത്ത കൊടുക്കുന്ന മാധ്യമങ്ങളെയാണ് വിമർശിക്കുന്നതെന്നും മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. മാസപ്പടി കേസിലെ കോഴിക്കോട്ടെ ഇ.ഡി. റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് CPM നേതാവും സോളോസ് പരസ്യ കമ്പനി ഉടമയുമായ P. നിഖിൽ. നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും നിഖിൽ പറഞ്ഞു. UDF സർക്കാരിനെതിരെ CPM നടത്തിയ പരിപാടിയിൽ സമസ്ത പ്രതിനിധി ഉമർ ഫൈസി മുക്കം. സമസ്ത മുഷാവറ അംഗവും വഖഫ് ബോർഡ് അംഗവുമാണ് അദ്ദേഹം. വഖഫ് നിയമവും UDFന്റെ കീഴടങ്ങലും എന്ന പേരിൽ മലപ്പുറത്ത് സംഘടിപ്പിച്ച സെമിനാറിലാണ് ഉമർ ഫൈസി പങ്കെടുത്തത്. ചിങ്ങത്തിലെ ആദ്യ ഞായറാഴ്ച ഇന്നലെ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ നടന്നത് 416 വിവാഹങ്ങൾ. പുലർച്ചെ 4:10 1-ാം നമ്പർ മണ്ഡപത്തിൽ ദേവസ്വം ചെയർമാൻ A.V. ഗോപിനാഥ് ഭദ്രദീപം തെളിയിച്ചതോടെ വിവാഹങ്ങൾ തുടങ്ങി. തുടർന്ന് മറ്റ് 5 മണ്ഡപങ്ങളിലും വിവാഹങ്ങൾ തുടങ്ങി. മിൽമ തിരുവനന്തപുരം യൂണിയൻ 4 പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കി. പനീർ പോപ്സ് ചെട്ടിനാട്, പനീർ പോപ്സ് പെരി പെരി, സ്വീറ്റൻസ് യോഗട്ട്, ബ്ലൂബെറി യോഗട്ട് എന്നിവയാണ് പുതിയ ഉൽപ്പന്നങ്ങൾ. തിരുവനന്തപുരം ലുലു മാളിൽ നടന്ന ചടങ്ങിൽ തൊഴിൽ, വനിതാ, ശിശുക്ഷേമ, മൃഗസംരക്ഷണ, ക്ഷീരവികസന മന്ത്രി ബിന്ദു കൃഷ്ണയും നടിയും അവതാരകയുമായ മീനാക്ഷി അനൂപും ചേർന്നാണ് ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കിയത്. തൃശൂർ ദേശമംഗലം തലശ്ശേരിയിലെ കോഴിഫാമിന് ചുറ്റും സ്ഥാപിച്ചിരുന്ന വൈദ്യുത വേലിയിൽ നിന്ന് ഷോക്കേറ്റ് ആസാം സ്വദേശികളായ ദമ്പതികൾ മരിച്ചു. ഫാമിലെ തൊഴിലാളികളായ ഷെഫീഖലും ഭാര്യ റുക്സാനയുമാണ് മരിച്ചത്. ഛത്തീസ്ഗഡിൽ കാർഷിക സർവകലാശാലയായ ഇന്ദിരാഗാന്ധി കൃഷി വിശ്വവിദ്യാലയത്തിലെ BSc 2ാം വർഷ എൻഡമോളജി പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർത്തിയ സംഭവത്തിൽ കോളേജ് പ്രൊഫസറെയും 5 വിദ്യാർത്ഥികളെയും റായ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ദുർഗിലെ ഭാരതി അഗ്രികൾച്ചർ കോളേജിലെ പ്രൊഫസറായ യോഗേഷ് സോങ്കേസരിയ ആണ് തട്ടിപ്പിന്റെ സൂത്രധാരനെന്ന് പോലീസ് പറഞ്ഞു. സീൽ ചെയ്ത ചോദ്യപേപ്പർ കവറിൽ സൂചി കൊണ്ട് ചെറിയ ദ്വാരമുണ്ടാക്കി എൻഡോസ്കോപ്പി ക്യാമറ ഉപയോഗിച്ച് ചോദ്യങ്ങൾ പകർത്തിയെന്നും 11,000 രൂപയ്ക്ക് വിറ്റെന്നും പോലീസ് പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJPയുടെ പുതിയ ദേശീയ ഭാരവാഹികളുമായി കൂടിക്കാഴ്ച നടത്തി. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ഒരുങ്ങാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വന്ദേമാതരം ചർച്ചാ വിഷയമാക്കുന്നതിനൊപ്പം ജൻസികളുമായുള്ള ആശയവിനിമയം കൂട്ടാനും BJP തീരുമാനിച്ചു. പാർലമെന്റിന്റെ മഴക്കാല സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞിട്ടും ഔദ്യോഗികമായി പിരിച്ചുവിടാത്തത് എന്തുകൊണ്ടാണെന്ന് കോൺഗ്രസ്. മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ബിൽ പ്രത്യേക സമ്മേളനത്തിൽ പാസാക്കാൻ ഇപ്പോഴും 3/2 ഭൂരിപക്ഷം കണ്ടെത്താനുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കൌശലമാണോ എന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ആരാഞ്ഞു. ഇന്ത്യ ചൈന അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള പ്രത്യേക പ്രതിനിധികളുടെ ചർച്ചയ്ക്കായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനയിലേക്ക്. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമാണ് അദ്ദേഹം ചൊവ്വാഴ്ച ചർച്ച നടത്തുക. കേസുകൾ പിൻവലിക്കാമെന്നതടക്കമുള്ള വാഗ്ദാനങ്ങൾ കേന്ദ്ര സർക്കാർ പാലിച്ചില്ലെന്ന് ആരോപിച്ചും യുവാക്കളുടെ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയും കോക്രോച്ച് ജനതാ പാർട്ടി വീണ്ടും സമരത്തിനൊരുങ്ങുന്നു. സമര നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇന്ന് അടിയന്തര വർക്കിംഗ് കമ്മിറ്റി യോഗം ചേരും. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് സംസാരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ വനിതാ സംവരണ ബില്ലിനെ പിന്തുണയ്ക്കണമെന്ന് BJP ജനറൽ സെക്രട്ടറി സ്മൃതി ഇറാനി. രാഹുലിന്റെ ഛാത്രോം കി ഗൂഞ്ചിന് പരിഹസിച്ചുകൊണ്ടാണ് സ്മൃതിയുടെ പ്രതികരണം. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനിന്റെ ഭാര്യ ഗുർപ്രീത് കൌർ പീഡനക്കേസ് ഒതുക്കി തീർക്കാൻ 5 കോടി രൂപ ആവശ്യപ്പെട്ടെന്ന പരാതിയിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. BJPയും കോൺഗ്രസും ശിരോമണി അകാലിദളും ഉൾപ്പെടെയുള്ള
പ്രതിപക്ഷ പാർട്ടികളാണ് മുഖ്യമന്ത്രിക്കും ആം ആദ്മി സർക്കാരിനുമെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കേന്ദ്രമന്ത്രിമാരുടെ ഔദ്യോഗിക വസതികളുടെ നവീകരണത്തിനും അറ്റകുറ്റപ്പണികൾക്കുമായി 2025-26 വർഷം 92.35 കോടി രൂപ ചെലവഴിച്ചതായി റിപ്പോർട്ട്. നമ്മുടെ സ്വപ്നം ഒരു വീട് പണിയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ സൈറ്റുകളിൽ എത്തിച്ചു കൊടുക്കുന്ന 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള അയ്യങ്കുന്നിലെ ഏക സ്ഥാപനം സ്നേഹ സ്റ്റോഴ്സ് വണിയപ്പാറ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പികൾ, സ്റ്റീൽ ആൻഡ് ഹാർഡ്വെയർ, സ്റ്റേഷനറി ആൻഡ് ഫുഡ്വെയർ, ബ്രാൻഡഡ് പൈപ്പുകൾ, TMT, സിമെൻറ്റുകൾ, ബാങ്കിന് കീഴിലുള്ള വളങ്ങൾ എല്ലാം ഒരു കൊടുക്കീഴിൽ. സ്നേഹ സ്റ്റോഴ്സ് വണിയപ്പാറ, ബ്രാഞ്ച് ഹൈടെക് ഏജൻസി കീഴ്പള്ളി. മധ്യപ്രദേശിലെ ചിന്ദ്വാര ജില്ലാ ആശുപത്രിയിൽ നവജാത ശിശുക്കൾക്കുള്ള ICUവിലെ ബേബി വാമറിന് തീപിടിച്ച് ഒരു നവജാത ശിശു മരിക്കുകയും 2 കുട്ടികൾക്ക് പൊള്ളലേൽക്കുകയും ചെയ്തു. മുംബൈയിൽ ഗണേശോത്സവ നിമഞ്ജന ഘോഷയാത്രയ്ക്കിടെ ഗണപതി വിഗ്രഹം വീണ് 2 പേർ മരിച്ചു, 5 പേർക്ക് പരിക്കേറ്റു. മധ്യപ്രദേശിലെ ഛത്തർപൂരിൽ സഹോദരിമാരായ 3 കുട്ടികൾ മണിക്കൂറുകളുടെ ഇടവേളയിൽ മരിച്ചു. രാത്രി കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് വിഷബാധയേറ്റാണ് മരണമെന്നും സംശയമുണ്ട്. പിപ്പോറ ഗ്രാമത്തിലെ ബാലാമുകുന്ദ് കുശ്യയുടെ 3 മക്കളാണ് മരിച്ചത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ സ്ത്രീയുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ചെന്നൈയിലേക്ക്. സ്ത്രീയെ കൊലപ്പെടുത്തിയത് ചെന്നൈയിലെ ഒരു വാടക വീട്ടിലാണെന്നും ഒരു യുവതിയും യുവാവുമാണ് മൃതദേഹാവശിഷ്ടങ്ങളുമായി ചെന്നൈയിൽ നിന്ന് ട്രെയിനിൽ കയറിയതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. ചെന്നൈയിലെ വാടക വീട്ടിൽ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. ശരീരത്തിന്റെ ഒരു ഭാഗം കെട്ടിത്തൂക്കിയ നിലയിലും ബാക്കിയുള്ളത് ബിരിയാണി ചെമ്പിലുമായിരുന്നു. സാമ്പത്തിക യുദ്ധം തുടങ്ങിയാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ ക്യാമ്പുകൾ തകർക്കുമെന്ന് ഇറാൻ. സാമ്പത്തിക യുദ്ധത്തിൽ പങ്കാളികളാകരുതെന്ന് മേഖലയിലെ രാജ്യങ്ങൾക്ക് ഇറാന്റെ മുന്നറിയിപ്പുണ്ട്. ഒരു തുള്ളി എണ്ണ പോലും പേർഷ്യൻസ് ഗൾഫ് മേഖല വഴി പുറത്തേക്ക് പോകില്ലെന്നും ഭീഷണിയുണ്ട്. ഇറാനിൽ 10,500 കോടി ഡോളറിന്റെ മൂല്യം വരുന്ന പ്രകൃതിവാതക ശേഖരം കണ്ടെത്തി. ഏറ്റവും ഉയർന്ന ഗുണനിലവാരത്തിലുള്ള പ്രകൃതിവാതക ശേഖരമാണിതെന്ന് ഇറാൻ പെട്രോളിയം മന്ത്രി മൊഹ്സെൻ പഗ്നേജാദ് അറിയിച്ചു. 7.5 ലക്ഷം കോടി ക്യൂബിക് അടിയാണ് മൊത്തം ശേഖരമുള്ളത്. ഹോർമൂസ് കടലിടുക്കിൽ ഫീസ് ഈടാക്കുമെന്ന് ഇറാൻ. പാർലമെന്റിന്റെ തീരുമാനത്തിന് ഇറാൻ ദേശീയ സുരക്ഷാ കമ്മീഷൻ അംഗീകാരം നൽകി. US ഇറാൻ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ പാകിസ്ഥാൻ സൈനിക മേധാവി അസം മുനീർ ഇന്ന് ഇറാനിലെത്തും. സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ രൂപം നൽകിയ സൈനിക അച്ചുതണ്ടിൽ ചേരാൻ ഇറാനും ക്ഷണം ലഭിച്ചെന്ന് ഇറാനിയൻ പാർലമെന്റ് വാർത്താ ഏജൻസി തലവൻ മെഹ്ദി റാഹിമി പറഞ്ഞു. ലോകത്തെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എഥൽ കേറ്റർഹാം 117ാം ജന്മദിനം ആഘോഷിച്ചു. UKയിലെ സാറയിലുള്ള ലൈറ്റ് വാട്ടറിലെ ഹാൾമാർക്ക് ലേക്യു കെയർ ഹോമിൽ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും ഒപ്പമായിരുന്നു ജന്മദിനാഘോഷം. ശ്രീലങ്കയ്ക്കെതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ശക്തമായ നിലയിൽ. ടോസ് നേടി ബാറ്റിംഗിനെത്തിയ ഇന്ത്യ 1ാം ദിനം കളി അവസാനിപ്പിക്കുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 300 റൺസ് എടുത്തിട്ടുണ്ട്. പരമ്പരയിൽ തുടർച്ചയായ 2ാം സെഞ്ചുറി നേടിയ ദേവദത്ത് പടിക്കലാണ് ടീമിനെ മികച്ച സ്കോറിലേക്ക് നയിച്ചത്. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ 50 റൺസ് നേടി. കേരള ക്രിക്കറ്റ് ലീഗിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ 4 വിക്കറ്റിന് തോൽപ്പിച്ച് തൃശൂർ ടൈറ്റൻസ്. തോൽവിയുടെ വക്കിൽ നിന്ന് ഉജ്ജ്വലമായി തിരിച്ചുവന്നാണ് തൃശൂരിന്റെ വിജയം. ആദ്യം ബാറ്റ് ചെയ്ത കൊച്ചി 20 ഓവറിൽ 6 വിക്കറ്റിന് 172 റൺസ് എടുത്തു. മഴയെ തുടർന്ന് 9 ഓവറിൽ 83 റൺസായി പുതുക്കി നിശ്ചയിച്ച വിജയലക്ഷ്യം പിന്തുടർന്ന് ബാറ്റിംഗിനിറങ്ങിയ തൃശൂർ 4 പന്തുകൾ ബാക്കി നിൽക്കെ ലക്ഷ്യത്തിലെത്തി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന് അട്ടിമറികളോടെ തുടക്കം. കരുത്തരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും ടോട്ടൻഹാമിനും ആദ്യ മത്സരത്തിൽ തന്നെ ഞെട്ടിക്കുന്ന തോൽവി. ഹൾ സിറ്റിയോട് എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അടിയറവ് പറഞ്ഞത്. ടോട്ടൻഹാം ഹോട്ട്സ്പറിനെ ബ്രെന്റ്ഫോർഡ് എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്തു. ക്രിസ്റ്റൽ പാലസിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ച് എവർട്ടൺ സീസണിലെ ആദ്യ വിജയം സ്വന്തമാക്കി.